കൈ മുറിഞ്ഞിട്ട് നിന്റെ ഏതോണ്ടേ അതെന്താ കണ്ടതാ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. കാരണം 2 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയെ നഷ്ടപ്പെട്ട ഒരു മകന് ആ അമ്മയെ തിരികെ കിട്ടിയിരിക്കുകയാണ്. അതും നമ്മൾ കാരണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റീല് പങ്കുവച്ചിരുന്നു, ഒരു അഭയം എന്ന് പറയുന്ന സ്ഥാപനത്തിനെ കുറിച്ചുള്ള ഒരു റീല്. ആ റീലിൽ അഗതി മന്ദിരത്തിലെ അമ്മമാർക്ക് ഭക്ഷണം വേണം, സാമ്പത്തിക സഹായം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയ റീലായിരുന്നു. അത് നമ്മുടെ പ്രേക്ഷകർ വലിയ രീതിയിൽ ഷെയർ ചെയ്തു, വലിയ രീതിയിൽ ജനശ്രദ്ധയാകർഷിച്ചു. അന്ന് ആ റീലിനകത്ത് ആ അഗതി മന്ദിരത്തിലെ ഒരുപാട് അമ്മമാർ ഭക്ഷണം കഴിക്കുന്നതും ആ അമ്മമാരെയൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. അങ്ങനെ തിരുവനന്തപുരം ബാലരാമം വെടിവച്ചാങ്കോവിൽ ഗാന്ധിനഗറിൽ അവിടെ ഉണ്ടായിരുന്ന ബിന്ദു എന്ന് പറയുന്ന ഒരു 57-കാരി 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ കാണാതെ പോയിരുന്നു. ഇവരുടെ മക്കളും ഭർത്താവും ഒക്കെ വലിയ രീതിയിൽ ഇവർക്കായി അന്വേഷണം ആരംഭിച്ചു. തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും നമ്മുടെ ആ റീല് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ റീലിനകത്ത് ബിന്ദുവിനെ അവർക്ക് കാണാനായി. ഉടൻ തന്നെ അവർ നമ്മളുടെ നമ്പറിൽ ബന്ധപ്പെടുകയും പോലീസുമായി ഉടൻ തന്നെ കൊല്ലത്തേക്കെത്തി ആ അഗതി മന്ദിരം അഭയമെന്ന ആ അഗതി മന്ദിരത്തിലെത്തി അമ്മയും മോനും മുഖാമുഖം കാണുകയും അവരുടെ സന്തോഷ പ്രകടനങ്ങളും ഒക്കെ ആയിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട അമ്മയെ കിട്ടിയ സന്തോഷത്തിലാണ് ആ മകൻ. തൻ്റെ പ്രിയപ്പെട്ടവരെ ഏതോ ഒരു സാഹചര്യത്തിൽ കാണാതെ പോയ അവരെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ബിന്ദു എന്ന ആ സ്ത്രീയും. ബിന്ദുവിന് കുറേയേറെ വർഷങ്ങളായിട്ട് അല്പം മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വീട് വിട്ട് ഇറങ്ങിപ്പോയത്. ഏതായാലും ആ അമ്മയും മകനും തമ്മിൽ നേരിട്ട് ഇപ്പോൾ കണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ തന്നെ ആ അഭയ മന്ദിരത്തിൻ്റെ നടത്തിപ്പുകാരിയായ ബെനഡിക്ക സഫനോസും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശും ബാബുവും ശ്യാംഷാജിയൊക്കെ ചേർന്ന് ആ അമ്മയെ മകന് തിരികെ ഏൽപ്പിച്ചു. ഏതായാലും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ് ഇന്ന് പ്രേക്ഷകരെ എത്തിച്ചത്. ഏതായാലും വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അമ്മയുടെ പേര് ബിന്ദു എന്നാണ്. അപ്പം 1.5 കൊല്ലമായിട്ട് മിസ്സിംഗ് ആണ്. ഇതുവരെ കേസൊക്കെ കൊടുത്തിട്ട് ഇതുവരെ ഒരു അറിവില്ലായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഒരു ഫംഗ്ഷന്റെ വീഡിയോ റീൽസിനകത്ത് ഇങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടപ്പോഴാണ് അമ്മ അതിനകത്ത് കാണാൻ ഇടയായതും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെയാണ് ഇപ്പം ഇവിടെ വന്ന് അമ്മയെ വിളിച്ചോണ്ട് പോകുന്നത്. 1.5 കൊല്ലം കൊണ്ട് അമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴാണ് അറിയുന്നത്. സന്തോഷമായി. എന്തായാലും അമ്മ തിരിച്ചിട്ടില്ല, വലിയ സന്തോഷം. അവരോട് അന്വേഷിച്ചത് അതെന്തോ കൊണ്ടുപോകും. 2024 ഡിസംബർ മാസം സന്ധ്യയോടുകൂടിയാണ് ബിന്ദുവിന് വനിതാ സെൽ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് ഇത്രയും സന്തോഷമായിട്ട് നിന്ന് ഇപ്പം ഞങ്ങള് തേജസ് ബ്യൂട്ടി പാർലറിന്റെ ഒരു ഫുഡും ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ റിലീസ് വരെ എല്ലാവരും കൂടി അങ്ങോട്ട് ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴത്തേക്ക് മകൻ കണ്ടുപിടിച്ച് ഈ അമ്മ ഇവിടെ ഉണ്ടെന്ന്. മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്നതാണ് ബാലരാമപുരത്ത്. പക്ഷെ അങ്ങനെ കണ്ടുപിടിച്ച് ആ ഫേസ്ബുക്കിലൂടെ കണ്ടുപിടിച്ചിട്ട് ഇപ്പം അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസും ഇവിടുന്ന് ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഗണേഷ് ബ്രദർ ബാബു എല്ലാവരുമായിട്ട് ഇവിടെ വന്ന് ശ്യാമൊക്കെ ആയിട്ട് വന്നിട്ട് ഇപ്പൊ ഇവരെ തിരിച്ചു കൊടുക്കുകയാണ്. സന്തോഷത്തോടെ ഈ മകളെ കൊടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദേ മകനെ പോലീസിനെ ഏൽപ്പിക്കുന്നു.